ഇന്ന് ഞാൻ എൻ്റെ ഒരു റമദാൻ ഡേ ലൈഫാണ് കാണിക്കുന്നത്. ഓരോ ദിവസം ഓരോ പോലെ ആയിരിക്കും. ഫസ്റ്റിലെ കുറച്ച് ദിവസങ്ങൾ ഒരേപോലെ ആയിരിക്കും. രാവിലെ എണീക്കുക, തേൻ കഴിക്കുക, കുറച്ച് ക്ലീനിങ് തീർക്കുക, പോയിട്ട് ഉറങ്ങുക, ഉച്ചയാകുമ്പോൾ എണീക്കുക. പക്ഷേ പിന്നെ അങ്ങോട്ടുള്ളത് വേറെ പോലെ ആയിരിക്കും. ഈ ഒരു ദിവസം അത്താഴം കഴിച്ച് ഉറങ്ങി പിന്നെ എണീക്കുന്നത് 10 മണിയാകുമ്പോഴാണ്. ഇതിൽ ലേറ്റ് ആയിട്ട് എണീക്കുന്ന ദിവസങ്ങളുണ്ടാവും. എണീച്ച് കഴിഞ്ഞ് ബ്രഷ് ചെയ്ത് മെയിൻലി ഒരു അകം ക്ലീൻ ചെയ്യുന്ന പണി ഉണ്ടതാണ്. അപ്പം ഞാൻ രാവിലെ എണീച്ച പാടത്തിന് ആദ്യം അതാണ് ചെയ്യുക. ലേറ്റായി എണീച്ചാൽ അപ്പോൾ പെട്ടെന്ന് എണീച്ചിട്ട് പോയിട്ട് ആദ്യം അകം പോയിട്ട് ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ കുറച്ച് പാത്രം കഴുകി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിനി. പിന്നെ ഈ ഒരു സ്പീഡിലിട്ട് കാണുമ്പോൾ എനിക്ക് ഒരു ആശ്വാസമാണ്. പക്ഷേ ഇത് തോന്നുന്നുണ്ടായി കഴിക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ വൈകുന്നേരം വരെ ഫോണിലൊക്കെ കളിച്ചിട്ടും അങ്ങനെ ടൈം പോയി. പിന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കരിക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കരിക്ക് പൊട്ടിച്ചിട്ട് ഇത്രയും തോനെ വെള്ളം കിട്ടിയത്. ഞങ്ങളുടെ വീട്ടിൽ റമദാൻ്റെ ടൈമിൽ ജ്യൂസും സ്നാക്സും ഉണ്ടാക്കുന്ന പണി ഞങ്ങളുടെയാണ്. ബാക്കി സംഭവങ്ങളൊക്കെ ഉമ്മച്ചി തന്നെയാണ് ചെയ്യുക. ഇന്ന് മെയിൻ കോഴ്സ് ആയിട്ടുണ്ടായിരുന്നത് ബിരിയാണിയാണ്. കഴിഞ്ഞ 2-3-4 നോമ്പ് കഴിഞ്ഞു അതിനൊക്കെ ഉണ്ടാക്കിയത് പത്തിരി എന്ന്. അതുകൊണ്ട് തന്നെ അത് മടുത്തുകൊണ്ട് ഇന്ന് ബിരിയാണി ഇനി. പിന്നെ അതുപോലെ സ്നാക്സ് ആയിട്ട് സമൂസയും പിന്നെ അതുപോലെ വേറൊരു സ്നാക്കും ഉണ്ടായിരുന്നു. ഇന്നും ഞങ്ങൾ നോമ്പ് തുറക്കുന്ന ആ ടൈം ആകുമ്പോഴത്തേക്കൊക്കെയാണ് ടേബിൾ എടുത്ത് വെക്കുക. ഇന്ന് കുറച്ച് നേരത്തെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വാങ്ങി കൊടുക്കുന്ന വരെ വെള്ളം ഒരു ഗ്ലാസ്സിൽ പാർന്ന് വെച്ചിട്ടും അങ്ങനെയൊക്കെ ടൈം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആസ് യൂഷ്വൽ ഈത്തപ്പഴം ഉണ്ടെങ്കിലും ഞാൻ പച്ചവെള്ളം വെച്ചിട്ടാണ് നോമ്പ് തുറന്നത്. സാധാരണ ഈ സ്നാക്സും ജ്യൂസും കഴിച്ചാൽ തന്നെ വയറ് നല്ല രീതിക്ക് ഫില്ലാവും. പിന്നെ നമ്മൾ അത്താഴത്തിൻ്റെ ടൈമിലായിരിക്കും ഈ മെയിൻ കോഴ്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് കഴിക്കുക. പക്ഷേ ഇന്ന് ഞാൻ ബിരിയാണി ആയതുകൊണ്ട് കുറച്ചൊക്കെ എടുത്ത് കഴിച്ച്. ഞാൻ എൻ്റെ മൈൻഡിൽ എപ്പോഴും റമദാൻ ടൈം ആകുമ്പോൾ സ്നാക്സ് ഒന്നും കഴിക്കരുത്, പിന്നെ അതുപോലെ ഷുഗർ കുറക്കണം എന്നൊക്കെ കരുതെങ്കിലും ഇതുവരെയായിട്ടും അത് പറ്റിയില്ല. രാവിലെയൊക്കെ അങ്ങനെ കരുതും, പക്ഷേ ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും എൻ്റെ ഒരു ഇത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് അച്ചാർ സോഡയും പിന്നെ അതുപോലെ മാങ്ങ ഉപ്പും മുളകും ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കഴിച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.